ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശകം 16, ശ്ലോകങ്ങൾ 6 മുതൽ 10 കൂടിയത്. 6ാമത്തെ ശ്ലോകത്തിൽ 2ാമത്തെ വരിയിൽ ഒരു കറക്ഷൻ ഉണ്ട്. ഗിരിയുടെ പുസ്തകത്തിൽ മന്മാനസം അങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത്. വനമാലയിൽ മന്മാനനം, നമ്മൾ മന്മാനനം എന്നുള്ളത് തന്നെ എടുക്കാം. വനമാലയാണ് കറക്റ്റ്. ഓക്കെ. തീത്യാലമങ്കജ വസന്ത സുരാംഗനാവോ മന്മാനനം തിഹ ജുഷുധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതസ്തുവതാമധേഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷീഃ. തീത്യാലമങ്കജ വസന്ത സുരാംഗനാവോ മന്മാനനം ത്വിഹ ജുഷുധ്വമിതി ബ്രുവാണഃ. ഭീത്യാലമങ്കജ വസന്ത സുരാംഗനാവോ മന്മാനനം ത്വിഹ ജുഷുധ്വമിതി ബ്രുവാണഃ. ത്വം വിസ്മയേന പരിതസ്തുവതാമധേഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷീഃ. ത്വം വിസ്മയേന പരിതസ്തുവതാമധേഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷീഃ. ഭീത്യാലമങ്കജ വസന്ത സുരാംഗനാവോ മന്മാനനം തിഹ ജുഷുധ്വമിതി ബ്രുവാണഃ. ത്വം വിസ്മയേന പരിതസ്തുവതാമധേഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷീഃ. അഥ ത്വം ഹേ അങ്കജ, അനന്തരം അവിടുന്ന് അല്ലയോ അങ്കജ, വസന്ത സുരാംഗനാഃ വഹ ഭീത്യാ അലം, കാമ വസന്ത ദേവസുന്ദരിമാരെ നിങ്ങൾക്ക് ഭയം വേണ്ട. ഇഹ മന്മാനനം തു ജുഷുധ്വം ഇതി ബ്രുവാണഃ. ഇവിടെ വച്ച് എന്റെ സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വപരിചാരക കാതരാക്ഷീഃ, തന്റെ ദാസിമാരായ സുന്ദരിമാരെ വിസ്മയേന അത്ഭുതത്തോടെ പരിതഃ സ്തുവതാം യേഷാം പ്രാദർശയഃ, അത്ഭുതത്തോടെ തന്റെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന ഈ കാമാദികൾക്ക് കാണിച്ചു കൊടുത്തു. അതായത് അതിനുശേഷം അവിടുന്ന് അല്ലയോ കാമ വസന്ത ദേവസുന്ദരിമാരെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഇവിടെ വെച്ച് ഞാൻ തരുന്ന ഈ സമ്മാനം സ്വീകരിച്ചാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ ദാസിമാരായ സുന്ദരിമാരെ അത്ഭുതത്തോടെ തന്റെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന ഈ കാമാദികൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ നിന്തിരുവടിയെ തോൽപ്പിക്കാൻ വന്നവര് തോറ്റു പിൻവാങ്ങി. 7ാമത്തെ ശ്ലോകം. സമ്മോഹനായ മിളിത മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാഹുഃ ദത്താം ത്വയാജ ജഗൃഹു സ്രവയൈവ സർവസ്വർവാസി കോമ ഗർവശമനീം പുനരുർവശീം താം. ഇവിടെ 3ാമത്തെ വരി 4ാമത്തെ വരിയിലൂടെ ചേർത്ത് പറയണം. സർവസ്വർവാസി അവിടെ വരെ. ദത്താം ത്വയാജ ജഗൃഹു സ്രവയൈവ സർവസ്വർവാസി കോമ ഗർവശമനീം പുനരുർവശീം താം. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപുഃ ദത്താം ത്വയാജ ജഗൃഹു സ്രവയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപുഃ ദത്താം ത്വയാജ ജഗൃഹു സ്രവയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. തേ സമ്മോഹനായ മിളിതാഹ മദനാദയഃ, അവിടുത്തെ സമ്മോഹിപ്പിക്കുവാനെത്തിയ കാമദേവൻ മുതലായവര് ത്വദ്ദാസികാ പരിമളൈഃ, അങ്ങയുടെ ദാസിമാരുടെ സുഗന്ധത്താല്
മോഹം ആപുഹു കില മോഹത്തെ പ്രാപിച്ചു. പുനഃ ത്വയാ ദത്തം ദത്താം സർവ സ്വർവാസി ഗർവശമനീം അനന്തരം അവിടുന്ന് സമ്മാനിച്ച എല്ലാ ദേവസുന്ദരിമാരുടെയും സൗന്ദര്യമതം നശിപ്പിക്കുന്ന താം ഉർവശീം ത്രപയാ ജഗൃഹു ച ആ ഉർവശിയെ ലജ്ജയോടെ സ്വീകരിക്കുകയും ചെയ്തു. അതായത് അവിടുത്തെ മോഹിപ്പിക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള കാമദേവൻ തുടങ്ങിയവര് അങ്ങയുടെ ദാസികളുടെ ശരീര സുഗന്ധത്താൽ മോഹിതരായിപ്പോയി. എന്നിട്ട് അവിടുന്ന് സമ്മാനിച്ച എല്ലാ ദേവസുന്ദരിമാരുടെയും സൗന്ദര്യമതം ശമിപ്പിക്കുന്ന ആ ഉർവശിയെ ലജ്ജയോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു. 8ാമത്തെ ശ്ലോകം. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ചക്രഃ പര്യാകുലോ ജനി ഭവൻ മഹിമാവവർഷാത് ഏവം പ്രശാന്തരമണീയ തരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ചക്രഃ പര്യാകുലോ ജനി ഭവൻ മഹിമാവവർഷാത് ഏവം പ്രശാന്തരമണീയ തരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ചക്രഃ പര്യാകുലോ ജനി ഭവൻ മഹിമാവവർഷാത് ഏവം പ്രശാന്തരമണീയ തരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ശക്രഃ ഉർവശി ദൃഷ്ട്വാ തവ ഇന്ദ്രൻ ഉർവശിയെ കണ്ടിട്ടും അവിടുത്തെ കഥാം നിശമ്യജ കഥ കേട്ടിട്ടും ഭവൻ മഹിമാവമർശാൻ അങ്ങയുടെ മഹാത്മ്യം അറിഞ്ഞതുകൊണ്ട് പര്യാകുലഹ അജനി വ്യാകുലനായിട്ട് തീർന്നു. ഹേ വരദ അല്ലയോ അഭീഷ്ടവരദ ഏവം പ്രശാന്തരമണീയ തരാവതാരാത് ത്വത്തഃ ഇപ്രകാരം സൗമ്യവും ആശ്ചര്യകർമാനുഷ്ഠത്താല് അതിമനോഹരവുമായിട്ടുള്ള അവതാരമെടുത്ത ശ്രീനാരായണമൂർത്തിയായ നിന്തിരുവടിയേക്കാൾ അധികഃ കൃഷ്ണതനുഹു ത്വം ഏവ. ശാന്തിയും വിചിത്രകർമ്മവും കൊണ്ട് ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണ സ്വരൂപനായിട്ടുള്ള നിന്തിരുവടി മാത്രമാകുന്നു. 9ാമത്തെ ശ്ലോകം. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാധൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധ സ ഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനെ സ്വസുതാം വ്യമാനീത്. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാധൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധ സ ഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനെ സ്വസുതാം വ്യമാനീത്. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാധൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധ സ ഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനെ സ്വസുതാം വ്യമാനീത്. ദക്ഷഃ തു ധാതുഹു അതിലാളനയാ രജോന്ധഃ ദക്ഷനാകട്ടെ ബ്രഹ്മാവിന്റെ അതിലാളന കൊണ്ട് രാജസങ്ങളായ കാമ ക്രോധ മത്സരാദികളാൽ വിവേകശൂന്യനായി നാത്യാധൃതഃ ത്വയി ച അശാന്തിഹി ആസീത് കഷ്ടം ബ്രഹ്മാവിനാൽ പരിത്യക്തനായി നിന്തിരുവടിയിൽ പോലും വിനയരഹിതനായി തീർന്നു കഷ്ടം. ഏന സഹ ഭവത്തനും ഏവ ഈ വിനയം കൊണ്ട് ദക്ഷൻ അവിടുത്തെ സർവം വിരുന്ധ മൂർത്തി തന്നെയായ ശിവനെ ദ്വേഷിച്ചു. വൈരപിശുനെ യജ്ഞേ സ്വസുതാം വ്യമാനീച്ച ശിവവിരോധം സൂചിപ്പിക്കുന്ന യാഗത്തിൽ വെച്ച് തന്റെ മകളെ അപമാനിക്കുകയും ചെയ്തു. അതായത്
ദക്ഷൻ ബ്രഹ്മാവിന്റെ അമിതമായ ലാളന കൊണ്ട് രജോ ഗുണങ്ങൾ വർദ്ധിച്ച് ക്രോധ മത്സരാദി കൊണ്ട് വിവേകശൂന്യനായി, എന്നിട്ട് പരിത്യക്തനായി, നിന്ദ്രവടിയിൽ പോലും വിനയമില്ലാത്തവനായി തീർന്നു. കഷ്ടം. ഈ അഭിനയം കൊണ്ട് ദക്ഷൻ അവിടുത്തെ മൂർത്തി തന്നെയായ ശിവനെ ദ്വേഷിച്ചു. ശിവനോടുള്ള വിരോധം സൂചിപ്പിക്കുന്ന യാഗത്തിൽ വച്ച് തന്റെ മകളായ സതിയെ അപമാനിക്കുകയും ചെയ്തു. 10ാമത്തെ ശ്ലോകം. ക്രുദ്ധേ ശമർദിതമഖ സതുകൃത്തശീർഷഃ. ഡബിൾ സാ പറയണ. ക്രുദ്ധേ ശമർദിതമഖ സതുകൃത്തശീർഷഃ. സായെ ഒന്ന് ഉറപ്പിച്ച് പറയണം. ദേവപ്രസാദിത ഹരാദധ ലബ്ധജീവഃ ത്വത്പൂരിത ക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സത്വം പ്രശാന്തികര. ക്രുദ്ധേ സമർദിതമഖ സതുകൃത്തശീർഷഃ. ക്രുദ്ധേ സമർദിതമഖ സതുകൃത്തശീർഷഃ ദേവപ്രസാദിതകരാദധ ലബ്ധജീവഃ ത്വത്പൂരിത ക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ക്രുദ്ധേ സമർദിതമഖ സതുകൃത്തശീർഷഃ ദേവപ്രസാദിതകരാദധ ലബ്ധജീവഃ ത്വത്പൂരിത ക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സഹ തു ക്രുദ്ധേ സമർദിതമഖഃ കൃത്തശീർഷഃ. ആ ദക്ഷനാകട്ടെ കോപിച്ച ശിവനാല് തകർക്കപ്പെട്ട യാഗത്തോടു കൂടിയവനായി, എന്നിട്ട് ശിരസ് ഛേദം ചെയ്യപ്പെട്ടവനായി. അഥ ദേവപ്രസാദിതകരാ ലബ്ധജീവഃ. പിന്നീട് ദേവന്മാരാൽ പ്രസാദിക്കപ്പെട്ട ശ്രീ പരമേശ്വരനിൽ നിന്ന് ദക്ഷന് ജീവലാഭം സിദ്ധിച്ചു. ത്വത്പൂരിത ക്രതുവരഃ. അങ്ങയാൽ യജ്ഞപൂർത്തി വരുത്താൻ പുനഃ ശാന്തിം ആപ. പിന്നീട് ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങയാൽ യജ്ഞപൂർത്തി വരുത്താൻ കഴിഞ്ഞിട്ട് പിന്നീട് ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. ഹേ പ്രശാന്തികര, എല്ലാവർക്കും പരമശാന്തി അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ, മരുത്പുരേശ, അല്ലയോ ശ്രീ മരുത്പുരേശ. സഹ ത്വം പാഹി, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. അതായത് ദക്ഷനാകട്ടെ കോപിച്ച ശിവനാൽ തകർക്കപ്പെട്ട യാഗത്തോടു കൂടിയവനായി, എന്നിട്ട് ശിരസ് ഛേദം ചെയ്യപ്പെട്ടവനായി, പിന്നീട് ദേവന്മാരാൽ പ്രസാദിക്കപ്പെട്ട ശ്രീ പരമേശ്വരനിൽ നിന്ന് ദക്ഷന് ജീവലാഭം ലഭിച്ചു. അങ്ങയാൽ യജ്ഞപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞിട്ട് പിന്നീട് ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. എല്ലാവർക്കും പരമശാന്തി അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. നരനാരായണന്മാരുടെ അവതാര ചരിതവും അവതാര ദൗത്യവും ഒക്കെയാണ് വർണ്ണിച്ചത്. അതിനുശേഷം ദക്ഷ പ്രജാപതി നടത്തിയ ബൃഹസ്പതി സ്തവം എന്ന യാഗത്തെ കൂടി വർണ്ണിച്ചുകൊണ്ടാണ് 16ാം ദശകം സംഗ്രഹിച്ചിരിക്കുന്നത്. ഭഗവത്പാദത്തില് ഈ ശ്ലോകങ്ങള് നാമപുഷ്പാർച്ചനയായിട്ട് സമർപ്പിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഒരിക്കൽ കൂടെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. കീർത്യാലമംഗജ വസന്ത സുരാംഗനാവോ മന്മാനനം തിഹജുഷുധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതസ്തു വദാമധൈഷാം പ്രാദശയ സ്വപരിചാരകകാദരാക്ഷീഃ സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈഖില മോഹമാപുഃ ദത്താം ത്വയാ ജഗൃഹുസ്ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീ പുനരുർവശീം താം ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോ ജനിഭവൻ മഹിമാമവർഷാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ
ദക്ഷസ്തു ധാതുരതിലാളനയാരജോന്തോ നാത്യാധൃതസ്ത്വൈജ കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനെ സ്വസുതാം വ്യമാനീത് ക്രുദ്ധേശമർദിതമഖഃ സദുകൃത്തശീർഷഃ ദേവപ്രസാദിതകരാദധലബ്ധജീവഃ त्वत्पूरितक्रतुवरः पुनरापशान्तिं सत्वं प्रशान्तिकर पाहि मरुत्पुरेश. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.